ആകാശവാണി. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. സംസ്ഥാനത്ത് ഭരണമാറ്റം. ഒരു പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിലേക്ക്. 102 സീറ്റിൽ മുന്നേറ്റവുമായി UDF വിജയത്തിലേക്ക്. ഹാട്രിക് വിജയപ്രതീക്ഷയിലെത്തിയ LDF 35 സീറ്റുകളിലേക്ക് ലീഡ് ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. BJPക്ക് ചരിത്ര നേട്ടം. നേമവും ചാത്തന്നൂരും കഴക്കൂട്ടവും BJP നേടി. കണ്ണൂർ ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 19,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. കഴിഞ്ഞ തവണ 500,000-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. ഉച്ചവരെ പിന്നിലായിരുന്ന അദ്ദേഹം പിന്നീട് ക്രമേണ ലീഡ് ഉയർത്തുകയായിരുന്നു. UDFന്റെ ചാണ്ടി ഉമ്മൻ, രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൌക്കത്ത്, രാജൻ ജെ പല്ലൻ, CK കാസിം, ബിന്ദു കൃഷ്ണ, തോമസ് ഉണ്ണിയാടൻ, വിനു ജോബ് കുഴിമണ്ണിൽ, കൽട്ര മാഹിൻ, നാട്ടകം സുരേഷ്, മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, VT സൂരജ്, റോയ് കെ പൌലോസ്, VS ജോയ്, സേനാപതി വിനു, മനോജ് മൂത്തേടൻ, KK രമ എന്നിവർ ജയിച്ചു. LDFന്റെ TM ശശി, P മമ്മിക്കുട്ടി, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാ ഗോപി എന്നിവർ ജയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുകയാണ്. BJPയുടെ K സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, ശോഭ സുരേന്ദ്രൻ, R ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ UDFനും BJPക്കും വൻ മുന്നേറ്റം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. രജു, പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ NDA ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. UDF 7 സീറ്റ് നേടിയപ്പോൾ 2021 ജില്ലയിലെ 14-ൽ 13 സീറ്റ് നേടിയ LDFന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. NDAക്ക് വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് LDFന്റെ V ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് V മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് MLA VK പ്രശാന്തിനെ തോൽപ്പിച്ച് UDFന്റെ K മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത് UDFന്റെ സുധീർ ഷാ പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം CP ജോണിലൂടെ UDF തിരിച്ചുപിടിച്ചപ്പോൾ N ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട MR ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി M വിൻസെന്റ് UDFന്റെ പടയോട്ടം പൂർത്തിയാക്കി. OS അംബികയിലൂടെ ആറ്റിങ്ങലും GR അനിലൂടെ നെടുമങ്ങാടും CK ഹരീന്ദ്രനിലൂടെ പാറശാലയും G സ്റ്റീഫനിലൂടെ അരുവിക്കരയും V ജോയിലൂടെ വർക്കലയും നിലനിർത്തിയതും മാത്രമാണ് LDFന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്. നന്ദി രജു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃക്കാക്കരയിൽ ഉമാ തോമസ്, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, തിരൂരങ്ങാടിയിൽ PMA സമീർ എന്നിവർക്ക് 500,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ UDFന് സമ്പൂർണ്ണ വിജയം. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ ലീഡ്. കോഴിക്കോട് 13-ൽ 1 സീറ്റ് മാത്രം LDFന്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ LDFന് മേൽക്കൈ. കണ്ണൂരിൽ 11-ൽ 6 LDF, 5 സീറ്റിൽ UDF. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് പിന്നിലാണ്. LDF വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച G സുധാകരൻ 27,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു. സമാനമായി LDF വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച V കുഞ്ഞുകൃഷ്ണനും തളിപ്പറമ്പിൽ മത്സരിച്ച TK ഗോവിന്ദനും വിജയിച്ചു. കൊല്ലത്തെ 11-ൽ 8 UDFും 2 LDFും 1 NDAയും നേടി. ചാത്തന്നൂരാണ് BJPയുടെ BB ഗോപകുമാർ 4,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചത്. പത്തനാപുരത്ത് ഗണേഷ് കുമാറും ചടയമംഗലത്ത് J ചിഞ്ചുറാണിയും തോറ്റു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയാണ് ജയിച്ചത്. കൊട്ടാരക്കര KN ബാലഗോപാൽ 1,012 വോട്ടിന് ജയിച്ചു. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് ജയിച്ചു. കൊല്ലത്തെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്ത് BJPക്ക് 1 സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ? സുവർണ, വോട്ടെണ്ണൽ ജില്ലയിൽ സമാധാനപരമായി പൂർത്തിയാകുകയാണ്. UDF വലിയ മുന്നേറ്റം ജില്ലയിൽ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ 2 സീറ്റ് നിലനിർത്തിക്കൊണ്ട് 6 മണ്ഡലങ്ങൾ കൂടി വിജയിക്കാൻ UDFന് സാധിച്ചു. LDFനാകട്ടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന 9 സീറ്റുകളിൽ 7 കൈവിട്ടു പോയിരിക്കുന്നു. പുനലൂരിൽ LDF മികച്ച വിജയം നേടിയെന്ന് പറയാം. അതേസമയം കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ ദയനീയമായാണ് ജയിച്ചത്. 1,012 വോട്ടുകൾ മാത്രമേ ഐഷ പോറ്റിയേക്കാൾ കൂടുതലായി നേടാൻ ബാലഗോപാലിന് സാധിച്ചിട്ടുള്ളൂ. ചാത്തന്നൂരിൽ താമര വിരിച്ചുകൊണ്ട് NDA ജില്ലയിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നുവെന്ന് പറയാം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തായ BJPയുടെ VB ഗോപകുമാറാണ് 4,310 വോട്ടുകൾക്ക് ചാത്തന്നൂരിൽ വിജയിച്ചത്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയോട് മന്ത്രി KB ഗണേഷ് കുമാർ 8,310 വോട്ടുകൾക്കും ചടയമംഗലത്ത് മന്ത്രി J ചിഞ്ചുറാണി UDFന്റെ MM നസീറിനോട് 6,618 വോട്ടുകൾക്കും പരാജയപ്പെട്ടത് LDFന് വലിയ തിരിച്ചടിയാണ്.
3 MLA-മാരും LDF ജില്ലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൂടെ RSP വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നതായി കാണാം. നന്ദി നീരജ്. ആലപ്പുഴയിൽ 9-ൽ 6 UDF-ന് മുന്നേറ്റം. മന്ത്രിമാരായ പി പ്രസാദ് ചേർത്തലയിലും സജി ചെറിയാൻ ചെങ്ങന്നൂരും ജയിച്ചു. മാവേലിക്കരയിൽ LDF-ന്റെ MS അരുൺകുമാർ ജയിച്ചു. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി G. സുധാകരൻ ജയിച്ചു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 1 LDF-നും 4 UDF-നുമാണ് നേട്ടം. കാസർഗോഡ് മണ്ഡലത്തിൽ കല്ലട്ര മാഹിനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും വിജയിച്ചു. കാഞ്ഞങ്ങാട് LDF-ന്റെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് BJP-യുടെ K. സുരേന്ദ്രൻ 2ാം സ്ഥാനത്താണ്. മലപ്പുറത്ത് UDF തരംഗം. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. തവനൂരിൽ LDF-ന്റെ KT ജലീൽ പരാജയപ്പെട്ടു. ഇടുക്കിയിൽ UDF തരംഗം. 5 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ UDF 6 സീറ്റിലും LDF 5 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ധർമ്മടം, കല്ലിശ്ശേരി, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. പേരാവൂർ KK ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ് കൃഷ്ണ, ഇടുക്കിയുടെ നിലവിലെ സാഹചര്യം എന്താണ്? ഇടുക്കിയിലെ UDF-ന് വലിയ അട്ടിമറി വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളായ തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിവിടങ്ങളിൽ എല്ലാം UDF സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. ഇതിൽ ഇടുക്കിയിൽ റോയി K. പൗലോസ് 23,822 വോട്ടിനും, തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് UDF-നായി 44,291 വോട്ടിനും, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു UDF-ന് 20,021 വോട്ടിനും, ദേവികുളത്ത് 5,033 വോട്ടിന് F. രാജയും, പീരുമേട്ടിൽ സിറിയക് തോമസ് 27,634 വോട്ടിനുമാണ് ജയിച്ചത്. നന്ദി രതീഷ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDF-നാണ് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000-ഓളം വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുകയാണ്. കോന്നി ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. എറണാകുളത്ത് UDF-ന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ജയിച്ചു. എല്ലാ സീറ്റുകളിലും UDF ആണ് മുന്നിൽ. പിറവത്ത് അനൂപ് ജേക്കബ് ജയിച്ചു. കോട്ടയത്ത് 9 സീറ്റിലും UDF മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി C. കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവർ മുന്നിലാണ്. മന്ത്രി VN വാസവൻ, ജോസ് കെ മാണി, PC ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ LDF-ഉം 5 UDF-ഉം മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിന് പിന്നിലാക്കി VT ബൽറാം ജയിച്ചു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000-ഓളം വോട്ടുകൾക്ക് പിന്നിലാക്കി രമേഷ് പിഷാരടി മുന്നേറുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 12 UDF ആണ് മുന്നിൽ. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് വിജയിച്ചു. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനെ പരാജയപ്പെടുത്തി വിദ്യാ ബാലകൃഷ്ണൻ ജയിച്ചു. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു. വടകരയിൽ KK രമ വിജയിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നസീർ, എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ? അതെ, കോഴിക്കോട് ജില്ലയിലെ നിലവിലെ 12 സീറ്റിലാണ് UDF വിജയിച്ചത്. UDF-നെ സംബന്ധിച്ചോളം ഒരു ചരിത്രപരമായ വിജയമാണ് ജില്ലയിൽ നേടിയിരിക്കുന്നത്. അതായത് സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം സീറ്റുകൾ UDF നേടിയില്ല. പ്രത്യേകിച്ച് പറയേണ്ടത് 2001 ശേഷം കോൺഗ്രസ് ആദ്യമായി അക്കൗണ്ട് തുറക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. RMPയുടെ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ മാത്രമാണ് മന്ത്രി MA മുഹമ്മദ് റിയാസിലൂടെ LDF സീറ്റ് നിലനിർത്തിയത്. NDA അതുപോലെ തന്നെ സീറ്റ് നേടിയിട്ടില്ലെങ്കിലും അവർ മികച്ച പ്രകടനമാണ് ജില്ലയിൽ നടത്തിയത്. പ്രത്യേകിച്ച് കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളിൽ നല്ല വോട്ടിംഗ് ശതമാനം NDA ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ NDA സ്ഥാനാർത്ഥി മുന്നിൽ വരികയും ചെയ്തു. ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് LDF വിജയിക്കുന്ന എലത്തൂര്, ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ UDF പിടിച്ചെടുത്തു എന്ന പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഹൃദയമാക്കുന്നത്. നന്ദി നസീർ. ടീം UDF-ന്റെ വിജയമാണിതെന്നും കേരളത്തെ ഇനി UDF നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കേന്ദ്ര നിരീക്ഷകരെ ഉടൻ കേരളത്തിലേക്ക് അയക്കുമെന്ന് ജയറാം രമേശ്. അഭൂതപൂർവമായ വിജയം കേരളത്തിലെ UDF-ന് സമ്മാനിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. LDF-ന് വൻ തിരിച്ചടിയുണ്ടായതായും ജനവിധി അംഗീകരിക്കുന്നതായും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. നേമത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്ത് 234 മണ്ഡലങ്ങളിൽ 7 വിജയിച്ചു. 101 സീറ്റുകളിലും മുന്നിലാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയാണ് TVK. 106 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു.
തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 LDFും 4 UDFും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു തോറ്റു. UDFിന്റെ തോമസ് ഉണ്ണിയാടനാണ് ജയിച്ചത്. മണലൂരിൽ സി രവീന്ദ്രനാഥ് ജയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഭരിത, തൃശൂർ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയത്? തൃശൂർ സംസ്ഥാനത്ത് ഉടനീളം UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂരിൽ ആധിപത്യം നിലനിർത്തിയത് LDF തന്നെയാണ്. 9 മണ്ഡലങ്ങളിലും വിജയം നേടാനായി LDFിന് സാധിച്ചു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ എന്നീ മണ്ഡലങ്ങളിലെല്ലാം LDF ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്തുക തന്നെയാണ് അവർ ചെയ്തത്. ചാലക്കുടി നിലനിർത്തി എന്നതിനൊപ്പം തന്നെ 3 സീറ്റുകൾ കൂടി അധികം നേടാനായി UDFിന് സാധിച്ചു. ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ കൂടി അവർ അവരുടെയും ആധിപത്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഗുരുവായൂരിലും മണലൂരിലും നടന്നതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ഇരു മണ്ഡലങ്ങളിലും ഫലം അറിയുന്നത് തന്നെ അവസാന റൗണ്ടുകളിലാണ് പൂർണ്ണമായുള്ള വ്യക്തമായ രൂപം ലഭിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ ഔദ്യോഗിക ഫലം പുറത്തു വരാൻ ഇനിയും താമസിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്ന ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്. നന്ദി ഭരിത. പുതുച്ചേരിയിൽ തിരിച്ചുവരവിനൊരുങ്ങി ANRC എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി 4441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തട്ടാൻചാവടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 30 സീറ്റുകളിൽ ഫലമറിഞ്ഞ 18 എണ്ണത്തിൽ ANRC 9 സീറ്റുകളിലും BJP 2 വിജയിച്ചു. AIADMK, INC, DMK എന്നിവർ ഓരോ സീറ്റ് വീതവും നേടി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4ാം ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 293 സീറ്റുകളിലെ 6 എണ്ണത്തിന്റെ ഫലം വന്നപ്പോൾ BJP 4 വിജയിച്ചു. തൃണമൂൽ കോൺഗ്രസ് 2 സീറ്റ് നേടി. ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം BJP 189 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 92 സീറ്റുകളിലും CPM 1 കോൺഗ്രസ് 2 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 3 സീറ്റിലും UDF വിജയിച്ചു. മാനന്തവാടി മന്ത്രി OR കേളുവിനെ പരാജയപ്പെടുത്തി ഉഷാ വിജയൻ വിജയിച്ചു. വയനാട്ടിലെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, എന്താണ് വയനാട്ടിലെ സാഹചര്യം? സുവർണ, സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ച UDF തരംഗം വയനാട്ടിലും ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയിൽ വിജയിച്ചു കയറുന്ന കാഴ്ച. കൽപ്പറ്റ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. UDF സ്ഥാനാർത്ഥിയെ TCTക്ക് 45,031 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ബത്തേരിയിൽ 4ാം തവണയും മത്സരിച്ച IC ബാലകൃഷ്ണൻ 16,597 വോട്ടുകൾക്ക് വിജയിച്ചു. ഇഞ്ചോടിഞ്ച് മത്സരം മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ പരാജയപ്പെടുത്തി UDF സ്ഥാനാർത്ഥി ഉഷാ വിജയൻ 10,543 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ടൗൺഷിപ്പോ തുരങ്കപാതയൊന്നും വോട്ടാകുന്ന കാഴ്ചയല്ല നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. സുവർണ, നന്ദി അരുൺ. അസമിൽ തുടർച്ചയായ 3ാം തവണയും BJP സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 74 എണ്ണത്തിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 59 സീറ്റുകളിൽ വിജയിച്ചു. BJP സഖ്യകക്ഷിയായ AGP 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. കോൺഗ്രസ്, AIUDF, TMC എന്നിവർ ഓരോ സീറ്റ് വീതം നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലം പുറത്തുവരുമ്പോൾ ഗുജറാത്ത്, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ BJP ഓരോ സീറ്റ് വീതം വിജയിച്ചു. കർണാടകയിൽ കോൺഗ്രസും 1 സീറ്റ് നേടി. ത്രിപുരയിലും അസമിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.